ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ SLC എക്സാമൊക്കെ നടക്കാൻ പോകല്ലേ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ടിപ്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ റിയലൈസേഷൻ. കാരണം നിങ്ങളുടെ ലൈഫിലെ ആദ്യമായിട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന എക്സാമാണ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്യുക. ഒരു തമാശയല്ല, ഒരു കുട്ടിക്കളിയല്ല ഈ എക്സാം എന്ന് സ്വയം മനസ്സിലാക്കുക. അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ, കാരണം 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇനി മുമ്പോട്ടുള്ള ഏത് പഠനത്തിലായാലും അത് നിങ്ങൾ ഏത് മേഖലയിൽ തിരഞ്ഞെടുത്താലും ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ നല്ല മാർക്ക് ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ റിയലൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയുകയാണെന്ന് കൂട്ടിക്കോളൂ. ഇവിടെ നമുക്ക് എന്തെങ്കിലും പിഴവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരിക്കലും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റൂല. ഓക്കെ, നിങ്ങൾ എക്സാമിലെങ്ങാനും തോറ്റുപോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേ ചെയ്താണുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നായാലും ടെക്സ്റ്റിൽ നിന്നായാലും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്നായാലും കിട്ടുന്ന അറിവ് വെച്ചിട്ട് ഇപ്പോൾ എഴുതുന്ന എക്സാമിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് പോലെ ആവില്ല അടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് സേ എഴുതാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി ക്ലാസ് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടും, നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി പഠിക്കണം. മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കണം ബുക്കിൽ നിന്നായാലും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ കുറേ വീഡിയോസ് കിട്ടുമല്ലോ, അതൊക്കെ കണ്ടു പഠിക്കാമെന്നല്ലാതെ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു ക്ലാസ് അതിൻ്റെ ആ ഒരു രീതിയിൽ ഇനി ഒരിക്കലും കിട്ടാൻ പോകണില്ല. അപ്പോൾ അതിനൊക്കെ വഴി ഒരുക്കാതെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ മാർക്ക് ഉണ്ടാക്കുക. അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ എക്സാമിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. അതാണ് ആദ്യം വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. നിങ്ങൾക്കറിയാം ഇനി എക്സാമിന് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഇനി എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, എത്ര ഒഴിവ് ദിവസങ്ങളുണ്ട്, അതിൽ വർക്കിംഗ് ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് എത്ര സമയം പഠിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര സമയം ഒരു ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് അല്ലാതെ ഇപ്പോൾ വീട്ടിൽ വന്നാലും ഒരുപാട് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ കിട്ടുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ ഭംഗിയാക്കിയിട്ട് കള്ളി വരച്ചിട്ട് അങ്ങനെ ടൈം ടേബിൾ എഴുതി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആദ്യം എത്ര ടൈം പഠിക്കാൻ കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് ഇപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ ഇത്ര ഒരു 10 ദിവസം ഒരു വിഷയം പഠിക്കുക. ഇപ്പോൾ ഇന്ന് തൊട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നാണ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ തുടങ്ങാം കേട്ടോ. കാരണം എക്സാമിന് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ എത്രയും നേരത്തെ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് എക്സാം വരെ എത്ര സമയം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കുക. ഓക്കെ, എന്നിട്ട് ദിവസങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ദിവസം പഠിക്കാൻ എത്ര ദിവസം, നിങ്ങൾക്ക് ആദ്യം എത്ര സബ്ജക്റ്റ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് എത്ര ഡേയ്സ് ഇനി പഠിക്കാനുണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഓരോ സബ്ജക്റ്റിന് വേണ്ടിയും ഒരു ഈക്വൽ ഡേയ്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 20 ദിവസം ഉണ്ട് എന്ന് കണക്കാക്കുക. 20 ദിവസമല്ല, ഒരുപാടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു 20 ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 10 സബ്ജക്റ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് പഠിക്കാൻ 2 ദിവസം അങ്ങനെ കണക്കാക്കുമല്ലോ. നെക്സ്റ്റ് സബ്ജക്റ്റ് പഠിക്കാൻ 2 ദിവസമുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 ദിവസമല്ല, അതിൽ ഏറെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങൾ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് എത്ര ഉണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, പഠിക്കാൻ എളുപ്പമുള്ള, താല്പര്യമുള്ള സബ്ജക്റ്റ് ആദ്യം പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടഫായ വിഷയമാണ് ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഒരു 10 ദിവസമാണ് ഒരു ദിവസം പഠിക്കാൻ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫസ്റ്റ് വിഷയമാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ 10 ദിവസം മതിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾക്ക് ഈസിയുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള സമയം കൂടി നിങ്ങൾ അതിൽ കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ പഠിച്ചെടുക്കാനുള്ള ഒരു ടൈം കിട്ടാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായ വിഷയമാണ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിച്ചു തരും. ചിലപ്പോൾ നിങ്ങൾ 10 ദിവസമാണ് ഒരു വിഷയത്തിന് കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിൻ്റെ മുന്നേ തന്നെ ഈസിയുള്ള വിഷയങ്ങൾ പഠിച്ചു തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ടഫസ്റ്റ് വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ചും കൂടെ കൂടുതൽ ദിവസങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഈസിയുള്ള വിഷയങ്ങൾ ഫസ്റ്റ് പഠിച്ച് തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ 10 ദിവസമാണ് ഒരു വിഷയത്തിനെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഒരു വിഷയം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ദിവസം കംപ്ലീറ്റ് ആവുന്നവരെ ഇനി വെറുതെ ഇരിക്കുക എന്നൊരു ചിന്ത ഉണ്ടാവരുത്. ആ സമയത്ത് കൂടി നമ്മൾ ബാക്കി അതിലേക്ക് നമ്മൾ പഠിക്കാനിരുന്ന വിഷയം ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ
വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ റെസ്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഹോബീസ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു റിലാക്സേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ റിലാക്സേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക. ഫോൺ യൂസ് ചെയ്തുകൊണ്ടുള്ള റിലാക്സേഷൻ വഴികൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ +1 അഡ്മിഷൻ കിട്ടി ക്ലാസ് തുടങ്ങാൻ ഇനി ഒരുപാട് ദിവസങ്ങളുണ്ടാകും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഫോണിൽ കളിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം നിങ്ങളത് ഫോൺ ഒഴിവാക്കിയിട്ട് ബാക്കി വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. പിന്നെ പരീക്ഷ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ എടുക്കുക എന്നല്ലാതെ നിങ്ങൾ ഓവർ ടെൻസ്ഡ് ആവാതിരിക്കുക. അത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇല്ലാതാക്കുന്നതായിരിക്കും. അപ്പോൾ ടെൻഷൻ ഫ്രീ ആകുക. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ചിന്തിക്കാതിരിക്കുക. എനിക്ക് പറ്റില്ല, കഴിയില്ല, അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാതിരിക്കുക. എങ്ങനെയായിരുന്നാലും ഞാനിത് നേടിയെടുക്കും, എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നു മാത്രം ചിന്തിക്കുക. ഓരോരുത്തരും നിങ്ങൾക്ക് 10 A+ വാങ്ങണ്ടേ അങ്ങനെയൊക്കെ ഓരോ പ്രഷർ തരുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് പോസിറ്റീവായിട്ട് കാണുക. ഒരു ടെൻഷൻ എന്ന രീതിയിൽ എടുക്കാതിരിക്കുക. ഓക്കെ, പോസിറ്റീവായിട്ട് കാണുക. എന്തിനാണ് അവർ പറയുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാതെ അതൊരു ഓവർ ടെൻഷനായിട്ടോ ഡിപ്രഷനായിട്ടോ ഒന്നും നമ്മൾ എടുക്കാതെ നിങ്ങൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കാം. കുറേ ഇപ്പോൾ ഏത് വർഷത്തെ ആയാലും ഒരുപാട് വർഷത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം നേരത്തെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കളക്ട് ചെയ്ത് നോക്കുക. അതെല്ലാം മാക്സിമം കവർ ചെയ്യുക. പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഒരാളുടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ചാനലിന് മാത്രം നോക്കി പഠിക്കുക. 1-2 ചാനലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ പെട്ടെന്ന് പിടിച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിക്കാം എന്നുള്ള പ്രവണത ഒഴിവാക്കുക. നിങ്ങൾ നേരത്തെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. സ്ഥിരമായി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക ആരുടേതാണ് ബെറ്റർ. സ്ഥിരം കാണുന്ന ഫ്രണ്ട്സിനോട് ചോദിക്കുക. എന്നിട്ട് അവരുടെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ മാത്രം അവരുടെ സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ 1-2 ചാനൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഈ ഒരു വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് ബെറ്റർ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വീഡിയോ എടുക്കും. കാരണം നിങ്ങൾ ആദ്യം എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്യും, അടുത്ത വീഡിയോക്ക് വേണ്ടി സ്ക്രോൾ ചെയ്യും. അത് സ്ക്രോൾ ചെയ്തിട്ട് അത് കണ്ടു തുടങ്ങുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതിനേക്കാളും ബെറ്ററായിട്ട് വേറെ വീഡിയോ ഉണ്ട്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താൻ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായി നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഏതാണ് ബെറ്ററായ ചാനൽ. അപ്പോൾ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പെട്ടെന്ന് പിടിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കാതിരിക്കുക. പിന്നെ മടി മാറ്റി വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ കാര്യത്തിൽ കുറച്ചും കൂടി സീരിയസ്നെസ് വരുത്തിയിട്ട് മടി മാറ്റി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ പഠിക്കാതിരിക്കുന്ന സമയത്തായാലും ഇത്ര മതി, എനിക്ക് പറ്റും, എനിക്ക് കഴിയും, അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻ്റ് ആവാതിരിക്കുക. ഓക്കെ, നിങ്ങൾ പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സ്വയം എക്സാം എഴുതി നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുക. ഇതിൻ്റെ മാർക്ക് നിങ്ങളെ എല്ലാ രീതിയിലും ബാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരവസരം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.